ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു DIY വിൻറ്റേജ് ജേർണൽ ബുക്ക് ചെയ്യുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്കും കൂടെ ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം കേട്ടോ. ഇപ്പോൾ വിൻറ്റേജ് ജേർണലിങ് അല്ലെങ്കിൽ വിൻറ്റേജ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഫോറിൻ ക്രാഫ്റ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ കയ്യിൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഒരു കുഞ്ഞു ലെതറിൻ്റെ ഒരു ജേർണൽ ബുക്ക് കേട്ടോ. ചില ക്രാഫ്റ്റേഴ്സ് അതിലിങ്ങനെ പെയിൻറ്റിങ് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നത് കാണാം, ചില ക്രാഫ്റ്റേഴ്സ് അതിലിങ്ങനെ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നത് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു വിൻറ്റേജ് ലവറാണെന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ കോണ്ടൻസ് കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ട് റെഫർ ചെയ്യാറ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാണുമ്പോൾ അതിലിങ്ങനെ കാണാം, അത് അവരുടെ കയ്യിൽ ഇങ്ങനെ എപ്പോഴും കാണും. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ഒരു ജേർണൽ ബുക്ക് എനിക്ക് വേണമെന്നുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്, നമുക്ക് കയ്യിൽ കിട്ടും, പക്ഷേ നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും കാശ് കൊടുത്തിട്ട് നമ്മളൊരു കുഞ്ഞു ബുക്ക് വാങ്ങിച്ച് കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നിയിട്ടോ. പണ്ടത്തെ ഞാനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എപ്പോഴോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കയ്യിൽ കിട്ടുന്ന പൈസയൊക്കെ എങ്ങനെയൊക്കെ ചിലവാക്കി കളയാം, അങ്ങനെയൊക്കെ ചിലവാക്കിയിരുന്ന ഒരാളായിരുന്നു. അതായത് ഭയങ്കര ദൂരത്തുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് ഞാൻ കാശ് കാര്യങ്ങളൊക്കെ ചിലവാക്കുന്നതിൽ കുറച്ച് കോൺസെൻട്രേറ്റഡ് ആണ്. അതായത് അങ്ങനെ അനാവശ്യമായിട്ടൊന്നും ഞാൻ ചിലവാക്കില്ല, ആവശ്യ കാര്യങ്ങൾക്ക് മാത്രം. പിന്നെ എങ്ങനെ ക്യാഷ് നമുക്ക് സേവ് ചെയ്യാം, അതായത് എൻ്റെ ലൈഫിലേക്ക് മണി മാനേജ്മെൻറ്റ് വേണം എന്നൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ ആ ഒരു ടൈമിൽ ആ ഒരു ഹാബിറ്റ് ഞാൻ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്തു. പക്ഷേ അതൊക്കെ നല്ല സക്സസ്ഫുൾ ആയിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ഞാൻ അങ്ങനെ അനാവശ്യമായിട്ട് ഒന്നിനും പൈസ ചിലവാക്കില്ല. ഇപ്പോൾ എല്ലാവരും എന്നെ പിശുക്കി എന്നാട്ടോ വിളിക്കാറുള്ളത്. ചിലപ്പോൾ കേൾക്കുമ്പോൾ ദേഷ്യം വരുമോ, ഞാൻ പറയും നമ്മൾ എന്തിനിങ്ങനെ അനാവശ്യമായിട്ട് കാശ് ചിലവാക്കേണ്ട ആവശ്യക്കാർക്ക് ചിലവാക്കിയ പോരെ എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എങ്ങനെ എൻ്റെ ഒരു വേർഷനിൽ ഈ ഒരു ജേർണൽ ബുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ എങ്ങനെ വിചാരിച്ചു, ഒരു ദിവസം ഈ സോഫയൊക്കെ ഉണ്ടാക്കുന്ന കട കണ്ടിട്ടില്ല, അപ്പോൾ അവിടെ പോയിട്ട് ലെതറിൻ്റെ ഇങ്ങനെ അവർ ഒഴിവാക്കിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പീസസ് ഒക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് പോയിട്ട് കളക്ട് ചെയ്യണമെന്നൊക്കെ തന്നെ വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പെരുന്തൽമണ്ണയൊക്കെ പോകുമ്പോൾ നോക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതായിരുന്നു ആഗ്രഹം. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇരുന്നിട്ട് എൻ്റെ കബേർഡ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നു, ബുക്സൊക്കെ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തപ്പോഴാണ് ഈ ഒരു വാലറ്റ് ഞാൻ എൻ്റെ കബേർഡിൽ കണ്ടതിട്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പണ്ടങ്ങാണ്ടോളൊരു വാലറ്റ് ആയിരുന്നു. അതിൽ കുറേ ഉണ്ട്, കുറേ ഇതുപോലെ കിടക്കുന്നുണ്ട്, കുറേ ATM കാർഡ് കാര്യങ്ങളുണ്ട്, കുറേ അല്ലറ ചില്ലറ അങ്ങനെ വേണ്ടത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിലുള്ളതൊക്കെ ഞാൻ എടുത്തിട്ട് പഴയൊരു വേറൊരു വാലറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ഇത് ഞാനങ്ങനെ നൈസായിട്ട് കീറി എടുത്തിട്ട് അതിന് ഒരു സൈഡിൽ ABCD ഒക്കെ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ പിൻവശമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അവിടെ പ്ലെയിൻ ആയിരുന്നു. അപ്പോൾ ഒരു ബ്രൗൺ, എന്തായാലും വിൻറ്റേജ് ആകുമ്പോൾ ബ്രൗൺ ആണല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ആ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ കബേർഡ്സോ അല്ലെങ്കിൽ ഷെൽഫ് കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് തപ്പി നോക്കാനുണ്ടെങ്കിൽ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അല്ലെങ്കിൽ ആരുടെയിലൊക്കെ ഇതുപോലത്തെ പഴയ വാലറ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ ഉമ്മാരുടെ തന്നെ പേഴ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെ ലെതറിൻ്റെ ഇതിലൊക്കെ വന്നിട്ടില്ലേ, അപ്പോൾ അതൊക്കെ എടുക്കുക. ആവശ്യമില്ലാത്തതിനാൽ നിന്നൊക്കെ കയറി എടുക്കുക. പിന്നെ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതിൽ ഇങ്ങനെ കയറി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനത് ഇതുപോലെ നൈസായി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട പേപ്പേഴ്സാണ് കേട്ടോ ഞാൻ ഈ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഹാൻഡ് മെയ്ഡ് പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഹാൻഡ് മെയ്ഡ്, പിന്നെ അതുപോലെ നമ്മുടെ പ്ലെയിൻ ആയിട്ട് വരുന്ന ഓഫ് വൈറ്റ് പേപ്പേഴ്സാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ റാൻഡായിട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഈ ഡ്രസ്സിന് താഴെ വെക്കുന്ന നെറ്റ് കണ്ടിട്ടില്ലേ, അപ്പോൾ അതാണ് ഇത്. എൻ്റെ ബാബി ആൾ BA ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളുടെ കുറേ സാധനങ്ങൾ ഇതുപോലെ ഇങ്ങനെ വീട്ടിൽ കാണാം. അപ്പോൾ ഇങ്ങനെ എന്തോ ഞാൻ തപ്പിയപ്പോൾ കിട്ടിയതായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ജേർണലിങ്ങിന് കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ മാറ്റി വെച്ചതായിരുന്നു. ഇത് എന്തോ ഇതിൻ്റെ പേരെന്താ, സ്റ്റിപ്പ് നെറ്റാണോ അത് ഇനി അങ്ങനെ എന്തൊക്കെയോ പറയും കേട്ടോ. ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് എന്താ പറയുക, അങ്ങനെ കാര്യമായ എന്താ പറയുക ഞാനൊന്നും ഇതിലില്ല. അപ്പം ഇതിനൊക്കെ വഴി സെറ്റാകും. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഡ്രസ്സിന് താഴെയൊക്കെ വെക്കുന്നത്, അപ്പോൾ അങ്ങനത്തേതാണത്. പിന്നെ ഞാനൊരു ഇംഗ്ലീഷ് ബുക്കിൻ്റെ ഒരു പേജും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ, പിന്നെ ഒരു ബ്രൗൺ പേപ്പറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കളേഴ്സിൽ വരുന്ന പേജസാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ലെതറിൻ്റെ പീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എത്ര സൈസിലുള്ള പേപ്പേഴ്സാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് അതിനനുസരിച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പേഴ്സ് എടുക്കാം കേട്ടോ. ഞാനെനിക്ക് ഒന്നും കൂടെ ഇങ്ങനത്തെ പേപ്പേഴ്സാണ് ഒന്നുകൂടെ രസമായിട്ട് തോന്നുക എനിക്ക് തോന്നിയപ്പോഴും ഞാനിങ്ങനെ എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് A4 പേപ്പേഴ്സോ അതിൽ കോഫി സ്റ്റെയിൻ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാട്ടോ, നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യാം. എനിക്കിത് ബെറ്റർ തോന്നി. പിന്നെ എൻ്റെ കയ്യിൽ സാധനം ഉണ്ടായിരുന്നു, ഈ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ പേജസ് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്, ഓരോ പേപ്പേഴ്സും അതിൻ്റെ ഓർഡറിലൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ബൈൻഡ് ചെയ്യലാണ് കേട്ടോ. അവിടെ കുറച്ച് നേരം ഞാൻ ഇരുന്നിട്ടുണ്ട്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക്. കാരണം ഈ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ കുറച്ച് കട്ടിയുള്ള തിക്നെസ്സുള്ള പേപ്പേഴ്സ് ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ പിന്നെ ബൈൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ അതായത് ഹോൾഡ് ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനം ഇല്ലായിരുന്നു. എൻ്റെ വീട്ടിലുണ്ട്, പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, അപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എംബ്രോയിഡറിൻ്റെ നീഡിൽ യൂസ് ചെയ്തിട്ടാണ് ഇതിന് ഹോൾഡ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചങ്ങാട് ഞാൻ ഇതിന് മല്ലിക്കെട്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എവിടേക്കാണ് ഹോൾ ഇടേണ്ടത് എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ സെൻറ്റർ പോർഷനിൽ ഞാൻ കുറച്ച് വലിയ ഹോളാണ് ഇട്ട് കൊടുക്കുന്നത്. അവിടെ ഇതുപോലെ ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ ഒരു വൈറ്റ് എലാസ്റ്റിക് ഉണ്ട്, അപ്പോൾ അതൊക്കെ അതിനുള്ളിൽ കൂടെ ഇട്ട് കൊടുക്കണം.
ഈ ഒരു എലാസ്റ്റിക്കൊക്കെ എവിടെ നിന്ന് കിട്ടിയതാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഇത് നമ്മുടെ ഈ എന്താ പറയുക ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഈ തൊപ്പി കണ്ടിട്ടില്ല, അതിൻ്റെ പിന്നിലൊക്കെ കാണാമല്ലോ, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഐറ്റമാണ് അത് എനിക്ക് ഇവിടെ കബേർഡ് തപ്പിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതായിരുന്നു. ചിലപ്പോൾ ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചതായിരിക്കും, എന്തെങ്കിലും അവർക്ക് ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു ഇലാസ്റ്റിക് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ കുറച്ച് വലിയ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഇത് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ കെട്ടി കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജേണലിൽ നമുക്കൊന്ന് എന്താ പറയുക, നമ്മുടെ ജേണലൊന്ന് ലോക്ക് ചെയ്ത് വെക്കാൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മൾ ക്ലോഷർ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഡയറി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അങ്ങനത്തെ ഒരു ഐറ്റമായിട്ട് ചെയ്യാമെന്നായിട്ട് ഞാൻ വിചാരിച്ച്. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ ലെതർ പീസിൻ്റെ സെൻറ്ററത്തെ ഹോളിൽ കൂടെ ഒരു ഭാഗം മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും അത് ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട്, അതായത് രണ്ട് തലഭാഗം കൂടെ കൂട്ടി പിടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ഞാൻ ഈ ഒരു വിൻറ്റേജ് എൻവലപ്പ് ഡിസൈനിൽ വരുന്ന ഒരു ചാമതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് QR ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്നുള്ള ഒരു പേജ് കുറച്ച് ഐറ്റംസ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ഫ്രീ ബീസ് ആയിട്ട് അതിലുണ്ടായിരുന്നതായിരുന്നു ഇത്. അപ്പോൾ ഇതുവരെ ഞാനത് ഒന്നിനും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് അതിൻ്റെ ആവശ്യം വന്നത്. ഇത് ജസ്റ്റ് ഡെക്കറേഷൻ എന്നുള്ള രീതിക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഇങ്ങനത്തെ ഇതിനെന്താ പറയുകയെന്നറിയില്ല, ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഈ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ കാണാം. അപ്പോൾ ആദ്യം നമ്മൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പേജസ് ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ സെൻറ്റർ ഹോൾ ഞാൻ ആദ്യം ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തേ. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ ഹോളിൽ കൂടെ ഇത് കയറില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വലുതാക്കിയിട്ട് അതിലുള്ള കൂടെ ഈ പേപ്പേഴ്സൊക്കെ അങ്ങനെ വെച്ച് കൊടുക്കാണ്ടോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇതിന് ഒരുപാട് ടൈം എടുത്തിട്ടോ. ഞാൻ ആ ഇലാസ്റ്റിക് ഇടുന്ന ഭാഗം ആ ഒരു പ്രോസസ്സിക്ക് ഭയങ്കരമായിട്ട്, അതായത് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാക്കി. ശരിക്കും എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു അബദ്ധം വന്നത്. ഞാൻ കുറച്ച് വലിയ ഹോൾ ഇട്ട് കൊടുക്കണമായിരുന്നു. ഞാൻ എന്ത് വിചാരിച്ചിട്ട് ഇത് കൂടെ കയറുന്നതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തേ. പിന്നെ ഞാൻ എല്ലാതും പേജസ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പിന്നെ അതിൻ്റെ ഹോളൊക്കെ ഒന്ന് വലുതാക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് അങ്ങനെ നമ്മൾ എല്ലാ പേജസിൻ്റെ ഉള്ളിൽ കൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതൊക്കെ, എങ്ങനെയാണ് അത് വിവരിച്ച് തരേണ്ടത് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ലാസ്റ്റ് വരെ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ ഇതാ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്, ഇതുപോലെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വിൻറ്റേജ് ജേണലിൻ്റെ പാതി പ്രോസസ്സിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബൈൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൊതുവെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് എംബ്രോയിഡറി ത്രെഡാണ് കേട്ടോ. എപ്പോഴും ഞാൻ വിൻറ്റേജിലൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഞാൻ നൈലോണിൻ്റെ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ബൈൻഡ് ചെയ്യുന്നത്. ഞാൻ പൊതുവെ വിൻറ്റേജിൽ എന്തെങ്കിലും ബുക്സോ ജേണൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വൈറ്റ് എംബ്രോയിഡറി ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ബൈൻഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. പിന്നെ ഇതൊരു കുഞ്ഞു ജേണലല്ല, പിന്നെ ലെതർ മെറ്റീരിയലും കൂടെ അല്ലേ. അപ്പോൾ നമ്മൾ വൈറ്റ് എംബ്രോയിഡറി ത്രെഡ് കൊണ്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, അതായത് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതൊക്കെ ഇങ്ങനെ തോന്നി. അപ്പോൾ അതൊരു അഭംഗിയായിരിക്കും ഇങ്ങനെ തോന്നിയിട്ട് ഞാൻ ഈ നൈലോൺ ത്രെഡ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതാകുമ്പോൾ ഭയങ്കര തിന്നാണ്, എന്നാൽ നല്ല എന്താ പറയുക ആൾ പവർഫുള്ളാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇതിൽ കൂടെയാണ് നമ്മൾ ഹോളിട്ട് ബൈൻഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് കൂടെ നമ്മൾ ഇതുപോലത്തെ സൂചി കയറ്റി കൊടുക്കേണ്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സാധാ ബൈൻഡ് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്, സിമ്പിളായിട്ടുള്ള മെത്തേഡ് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇനി നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമായിട്ട് കാണുമെന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഒരു വിൻറ്റേജ് ജേണൽ ചെയ്യുന്ന, അതായത് ജേണൽ ബുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കത്തും. അങ്ങനെ നമ്മൾ ഇതുപോലെയാണ് കേട്ടോ ബൈൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ബൈൻഡ് ചെയ്തപ്പോഴായിരുന്നു എന്താ പറയുക, ഈ ക്ലിപ്പിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നൂല് കുടുങ്ങിയിട്ട് എൻ്റെ അമ്മയ്ക്കാണ് ദേഷ്യം വന്നിട്ട് അത് വിചാരിച്ചു ഞാൻ നിർത്തി പോവാന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ ആവശ്യമായി പോയല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്യാതെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ അത് ഞാൻ വലിയ ത്രെഡ് എടുത്തിട്ട് പോയി. നിങ്ങൾ ചെറിയ, അതായത് നിങ്ങൾക്ക് എത്രയാണോ ബൈൻഡ് ചെയ്യാൻ ആവശ്യം വരിക അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാൻ വലിയൊരു ആവശ്യത്തിൽ വലിയ ത്രെഡൊക്കെ എടുത്ത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ആകെ കെട്ടുടങ്ങിയത്. അതായത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുത്തി കൂടിയിട്ട് അതും ഇതൊക്കെ ആയത്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാതും, അതായത് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ എലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജനലിനെ തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ കെട്ടിട്ടതും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര അഭംഗിയായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രൗൺ പേപ്പർ തന്നെ ഇതുപോലെ നമ്മൾ ഗം വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണില്ലല്ലോ, അത് എപ്പോഴും എൻ്റെ ഒരു സീക്രട്ടായിട്ടോ, ഞാൻ എപ്പോഴും ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ സെൻറ്ററിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ ഒരു സെൻറ്ററത്തെ ഒരു പേപ്പർ ഉണ്ടാവില്ല, അത് ഇതുപോലെ ഒന്നല്ലെങ്കിൽ ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അതൊരു എൻവലപ്പ് ആക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പോക്കറ്റ് ആക്കിയിട്ട് എടുക്കും. എന്നാൽ പിന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കാമല്ലോ, അങ്ങനെയൊക്കെ ആക്കി ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സെയിം മെത്തേഡ് തന്നെ കേട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ മിനി വിൻറ്റേജ് ജേണൽ ബുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ. നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര എന്തോ ആനക്കാരിയെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ, ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഞാനത് ഡെക്കറേറ്റ് ചെയ്യുക കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, അതായത് കവർ പേജ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനൊന്നും ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് ഇതുപോലെ വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ആ ഫോറിൻ ക്രാഫ്റ്റേഴ്സിൻ്റെ കയ്യിലുള്ളതൊക്കെ ഇതുപോലെയാണ്, അവരൊന്നും ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല കവർ പേജ്. അപ്പോൾ അതുകൊണ്ടും ഞാനും കാര്യമായിട്ടുള്ള ഡിസൈൻസ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ.